പ്രധാന പ്രചരണ വിഷയങ്ങൾ സത്യസന്ധമായി കൊല്ലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതല്ല, വാഗ്ദാനങ്ങളല്ല, ഘോര പ്രസംഗങ്ങളല്ല, പ്രവർത്തനങ്ങൾ. അത് ഞാൻ എന്റെ മണ്ഡലത്തിൽ 2 പ്രാവശ്യം തെളിയിച്ചതാണ്. 1748 കോടി രൂപയുടെ വികസനം തൊട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ചിട്ട് ഒരു മനുഷ്യൻ UDFന്റെയോ BJPയുടെയോ വന്നിട്ടില്ല. കാരണം അവർക്കറിയാൻ ഞാൻ തൊട്ട് കാണിക്കുമെന്ന്. അപ്പൊ അത് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയും എനിക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നൽകിയ ഒരു വിരുന്നിൽ പങ്കെടുത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രേമചന്ദ്രനെതിരെ ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ. സമൂഹ മാധ്യമത്തിലൊക്കെ വളരെ തരത്തിൽ പ്രചരിച്ചു. മുകേഷ് ഏട്ടൻ അതൊരു പ്രചരണ വിഷയമാക്കോ? ഒരിക്കലും. എന്തിന് അതിന് 100 കണക്കിന് വേറെ വിഷയങ്ങൾ കിടക്കുമ്പം ഈ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരു എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആൾക്കാരെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തു എന്നത് മാത്രമല്ല, അതിനുശേഷം ഇറങ്ങി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും വലിയ വിവാദമായിരുന്നു. അതൊക്കെ ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞ് കൂടുതൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ ഞാൻ ആളല്ല. പ്രേമേന്ദ്രനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ പൊതു സ്വീകാര്യനാണ് അദ്ദേഹം. എല്ലാവരാലും സ്വീകാര്യനാണ് അദ്ദേഹം. അതിനപ്പുറം ഒരു പൊതു സ്വീകാര്യത മുകേഷ് എന്ന വ്യക്തിക്കുണ്ടോ? അതല്ല, ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴല്ലേ ഇതൊക്കെ 2 പ്രാവശ്യം പറഞ്ഞതാണ് മക്കളെ. ഇത് 2 പ്രാവശ്യം ഞാൻ ഇലക്ഷൻ നിന്നപ്പോ ഇയാള് സിനിമാ നടൻ, ഇയാള് കലാകാരൻ, എന്താ കല മോശമാണോ എന്ന് തിരിച്ചു കൊല്ലംകാര് ചോദിച്ചു. അതാണ് എന്റെ 2 വിജയം. ഇത് 3ാമത്തെ വിജയം. അത്രേ ഉള്ളൂ. ഇതെല്ലാം മാറി വരും. ഇതൊക്കെ ഈ വെറുതെ പ്രഹസനങ്ങൾ ഇങ്ങനെ ഈ കൊടും നുണകളൊക്കെ പറഞ്ഞിങ്ങനെ പരത്തുന്നതല്ലാതെ സത്യത്തിൽ അതൊന്നുമല്ല ഈ ഇലക്ഷനെ ബാധിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമാണ്, കേരളത്തിന്റെ രാഷ്ട്രീയം. നിയമസഭയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള സ്വാധീനം ഇടതുപക്ഷത്തിന് ചെലുത്താൻ കഴിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറിച്ചൊരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ഉണ്ടല്ലോ. ഇപ്പം വയനാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി, ഇവിടെയുള്ള ഒരുപാട് MP-മാര് കേന്ദ്രമന്ത്രിമാരായല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ വൻ വെട്ടിപ്പിന്റെ പുറത്ത് ആൾക്കാരെ പറ്റിച്ച് അവർ പശ്ചാത്തപിക്കുന്നു. അവര് കുറ്റബോധം കൊണ്ട് ഈ പ്രാവശ്യം ആഞ്ഞു വീശും. അതാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 തവണത്തെ മത്സരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് നിർത്താൻ കഴിയുന്ന ഏറ്റവും ശക്തരായ 2 സ്ഥാനാർത്ഥികൾ MA ബേബി, KNB, ഇവർ 2 പേര് നിന്നിട്ട് നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ ഉത്തരവാദിത്വമാണ് മുകേഷ് ഏട്ടനെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊരു റിസ്ക് ആണോ? അതങ്ങനെ 2 പേരും 3 പേരും ഒന്നല്ല. ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ? സഞ്ജയ് ഗാന്ധി തോറ്റിട്ടില്ലേ? അപ്പൊ കരുണാകരൻ തോറ്റിട്ടില്ലേ? അപ്പൊ തോൽവിയും വിജയമൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ. ഇപ്പൊ ഞാൻ രാഷ്ട്രീയം ശരിക്കും മനസ്സിലാക്കിയ ഒരാള് ആര് ജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണെന്നറിയോ? അവസാനത്തെ 2 ആഴ്ച അനുസരിച്ചിരിക്കും. അവസാനത്തെ 2 ആഴ്ച എങ്ങനെയാണ് ആൾക്കാരുടെ പൾസ്, എന്താണ് അവരുടെ വികാരം, ഏത് രീതിയിലാണ് അവരുടെ ആവേശം, അതായിരിക്കും നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരുടെയും വോട്ടുകൾ കാണും. ഈ പ്രാവശ്യം 100 കാരണങ്ങളാണ്. അങ്ങനെയുള്ള 2 ആഴ്ച, അവസാനത്തെ 2 ആഴ്ച ആവേശ തിമിർപ്പിലാകാൻ വേണ്ടി 100 കാരണങ്ങളുണ്ട്. KN ബാലഗോപാലിനെതിരെ 1,48,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. വൻ വിജയമാണ്. അതെ, അപ്പം കേന്ദ്രമന്ത്രിയായില്ലയോ ആ സമയത്ത്? അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എല്ലാവരും കൂടെ വലിയ രീതിയിൽ ഡൽഹിയിലോട്ട് പോകാൻ ശ്രമിച്ച ആ ഒരു വൻ ചീറ്റിങ്ങിലാണ് ആ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ആൾക്കാർക്ക് മനസ്സിലായല്ലോ എന്താണ് ഒരു പ്രഹസനം ഉണ്ടാക്കിയത്, ഒരു നുണക്കഥ ഉണ്ടാക്കിയത്. അതൊക്കെ മനസ്സിലായി. അതെല്ലാം തിരിച്ച് കേരളത്തിന്റെ പ്രബുദ്ധരായ സാക്ഷര കേരളം ഒന്നിച്ച് ഗംഭീരമായിട്ട് ഈ പ്രാവശ്യം ഒരു വലിയ നിര ഉണ്ടാക്കും.